ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. സന്ദീപ് കൊലപാതക കുറ്റത്തിന് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, എന്തൊക്കെയാണ് കോടതി വിശദമാക്കിയത്? അതായത് ഇതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, തന്റെ പേരിൽ കൊലപാതക കുറ്റം ചുമത്താനാവില്ല, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം. ഈ ആവശ്യവുമായി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സന്ദീപ് ഒരു ഹർജി കൊടുത്തിരുന്നു. ആ വിടുതൽ ഹർജി നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. അതിനെതിരെയാണ് ഒരു റിവിഷൻ പെറ്റീഷൻ സന്ദീപിന്റേതായി ഹൈക്കോടതിയിൽ വന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ഒരു വാദം നടന്നിരുന്നു. അത് പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിടുതൽ നൽകാനാവില്ല എന്ന് തന്നെയാണ്. അതായത് സന്ദീപ് കൊലപാതക കുറ്റത്തിന് വിചാരണ നേരിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദീപിന്റെ വാദം പോലീസിന്റെ ആശുപത്രിയുടെയും വീഴ്ചയാണ് വന്ദനയുടെ മരണത്തിന് കാരണം, അതിനാൽ തനിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താനാവില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു സന്ദീപ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഈ വാദങ്ങളൊന്നും കോടതി അംഗീകരിച്ചില്ല. കോടതി ഏതായാലും ഓപ്പൺ കോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഹർജി ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളി എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അയാൾ വിചാരണ നേരിടണം എന്നുള്ളതാണ് സാഹചര്യം. സാലി, ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ സന്ദീപിന്റെ അഭിഭാഷകരും നടത്തുന്നു എന്നുള്ളതാണ്. പല രീതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾക്ക് സാധാരണ ഗതിയിൽ മനസ്സിലാകാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ജനങ്ങളുടെ ഒരുപാട് പേരുടെ കൺമുന്നിൽ നടന്ന ഒരു കൊലപാതകത്തിൽ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? അത് ഏതൊരു പ്രതിയും നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുക എന്നുള്ളൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അത് ഏതൊരു പ്രതിയും ചെയ്യുന്നത് തന്നെയാണ് സന്ദീപ് ഇതിൽ ചെയ്തിരിക്കുന്നത്. തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് വാദിക്കാനുള്ള അവകാശം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രതിക്കുണ്ട്. അതിനനുസരിച്ച് അയാൾ ആദ്യം വിചാരണ കോടതിയായ സെഷൻസ് കോടതിയെ സമീപിച്ചു. സെഷൻസ് കോടതി തള്ളി. അതിനെതിരെ അപ്പീൽ വന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇയാൾ വിചാരണ നേരിടണം. ഇയാൾക്കും അഭിഭാഷകനും സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിൽ വ്യക്തമായി തെളിവുള്ള കേസാണ്. അയാൾ കുറ്റം നടത്തിയതിന് നിരവധി സാക്ഷികളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. എല്ലാ തെളിവുകളും പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ പ്രതി എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഇതിൽ സന്ദീപ് ചെയ്തിട്ടുള്ളത്. സന്ദീപിനും അറിയാം, അഭിഭാഷകനും അറിയാം വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള വരും. പക്ഷേ നിയമത്തിന്റെ ഏറ്റവും അവസാന ശ്രമം വരെ അയാൾ നടത്തുന്നു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. കോടതി അത് അംഗീകരിക്കാൻ ഇടയില്ല എന്ന് ആദ്യം തന്നെ അറിയാമായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇനി ഇയാൾ വിചാരണ നേരിടുകയല്ലാതെ മറ്റു വഴികളില്ല. ഈ വിചാരണ തുടങ്ങുന്നതിന് ഇനി എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളുണ്ടോ? ഇനി ഒരു സാങ്കേതിക തടസ്സമില്ലാതെ വിചാരണ കോടതിയിൽ വിചാരണ നടത്തിയാൽ മതി. സാലിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.